സന്ദീപ് പാലക്കാട് പ്രചരണത്തിന് വരുന്നതിന് കൺഷൻ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചരണത്തിനുണ്ടാകും. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാവും. രാഹുൽ ഉജ്ജ്വലമായിട്ട് വിജയിക്കും. കോൺഗ്രസിന്റെ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു. BJP വിട്ട് സന്ദീപ് ഈ ത്രിവർണ്ണ പതാക ഇട്ടപ്പോ എങ്ങനുണ്ട്? കാവി മാറി ത്രിവർണ്ണ പതാക ഇട്ടപ്പോ എങ്ങനുണ്ട്? ത്രിവർണ്ണ പതാക രാജ്യത്തിന്റെ എന്താ പറയാ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് ആ ത്രിവർണ്ണ ഷോൾ ഞാൻ അണിഞ്ഞിട്ടുള്ളത്. അത്യധികം അഭിമാനമുണ്ട്, സന്തോഷം. അല്ല, അതെല്ലാം നോക്കൂ, എല്ലാ രാഷ്ട്രീയ ചർച്ചയും ഏഷ്യാനെറ്റിനോട് പറയേണ്ട കാര്യമല്ലല്ലോ. രാഷ്ട്രീയമായിട്ട് പല രീതിയിലും കാര്യങ്ങളുണ്ടാവും. അതെല്ലാം എല്ലാ സമയത്തും തുറന്നു പറയേണ്ട സാഹചര്യം. അല്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ അങ്ങ് മാനസികമായി തയ്യാറെടുത്തത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് തുടക്കം മുതലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള, ഞാൻ അതിനെ വിശേഷിപ്പിച്ചത് ഒരു തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ആ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളുടെ ഒടുവിൽ അതിന്റെ ഒരു അവസാനം, ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ് ഇന്ന് കണ്ടത്. സംസാരിച്ചിരുന്നെങ്കിൽ താങ്കൾ BJP തന്നെ നിൽക്കുമായിരുന്നു, കൃത്യമായി സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ. കഴിഞ്ഞു പോയ കാര്യം ഇനി സംസാരിച്ചാൽ എനിക്ക് സംസാരിക്കേണ്ട രീതി അറിയാം. ജാവ്ദേക്കർ പറഞ്ഞത് ഇതൊന്നും കാര്യമാക്കേണ്ട വിഷയമല്ല, അത്ര പ്രധാനപ്പെട്ട നേതാവല്ലെന്ന് ഇപ്പോൾ ആണോ? ജാവ്ദേക്കർജി എങ്ങനെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള, ഞാൻ അതിനെ വിശേഷിപ്പിച്ചത് ഒരു തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളാണ്. ആ അനിയനാണ്, എനിക്ക് അനിയനാണ് സന്ദീപ്. എന്താണ്? എനിക്ക് അനിയനാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ഫേക്ക് ക്യാരക്ടറാണ്, അഭിനയിക്കാൻ നന്നായിട്ട് അറിയുന്ന.